ഒരു സർക്കുലർ അല്ല, കുറച്ചധികം സർക്കുലറുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പഠിച്ചുകൊണ്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലുള്ള സർക്കുലറുകളും പരീക്ഷയ്ക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ടൊക്കെ മാർക്ക് വാങ്ങുന്നതും ഒക്കെ എങ്ങനെ ഒരു എൻട്രി മുഖാന്തരമായാലോ. ഹായ് കൂട്ടുകാരെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു സർക്കുലറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ രാജ്യത്ത് ഭൂരിഭാഗം വരുന്ന ജനങ്ങളെയും ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർക്കുലറാണ്. സർക്കുലറിന്റെ ഹെഡിങ് തന്നെ ഇത് തന്നെയാണ്, വെയർ ഫാർമേഴ്സ് സ്മാൾ ബിസിനസ്സസ് ക്യാൻ അവെയിൽ RBI's ഗോൾഡ് സിൽവർ കൊലാറ്ററൽ ലോൺസ്. ഗോൾഡും സിൽവറും ഒക്കെ പ്ലഡ്ജ് ചെയ്ത് നമ്മൾ കൊളാറ്ററൽ ലോൺസ് എടുക്കാറുണ്ട്. അതിനെ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്കുലറാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വളരെയധികം ആശങ്കയുണ്ടാക്കിയ, ആ ആശങ്കയ്ക്ക് ഒരു കാരണമില്ല എന്നൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നീട് ക്ലാരിഫൈ ചെയ്യപ്പെട്ട ജൂലൈ 2nd വീക്കിൽ വന്ന ഒരു സർക്കുലറാണ്. 2025 ജൂലൈ 2nd വീക്കിൽ വന്ന ഒരു സർക്കുലറാണ്. അപ്പോൾ ആ സർക്കുലറിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് നോക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദ കൺട്രീസ് അപ്പെക്സ് ബാങ്ക് ഹാസ് ഇഷ്യൂഡ് സിഗ്നിഫിക്കന്റ് ക്ലാരിഫിക്കേഷൻ ദാറ്റ് അഫക്ട് ഹൗ ബാങ്ക് ക്യാൻ lend into the agriculture and MSME sector. MSME സെക്ടറിനും മറ്റേ അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിനും ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യുന്നത് കൊളാറ്ററൽ ലോൺസ്, ഗോൾഡും സിൽവറും ഒക്കെ പ്ലഡ്ജ് ചെയ്ത് കൊടുക്കുന്ന കൊളാറ്ററൽ ലോൺസ് പ്ലഡ്ജ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓൺ ജൂലൈ 11, 2025, RBI released a circular that confirmed that banks are allowed to accept gold and silver as a voluntary collateral for loans to these sectors. അതായത് നേരത്തെ കൊളാറ്ററൽ ഫ്രീ ലോണുകൾ എന്ന് പറഞ്ഞ് കളക്ട് ചെയ്യുന്ന ലോണുകൾക്ക് പോലും, മനസ്സിലായല്ലോ, ഇനി മുതൽ കൊളാറ്ററൽ ആയിട്ട് ഗോൾഡോ സിൽവറോ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യാം, ഈവൻ വെൻ ദ ലോൺ എമൗണ്ട് ഫാൾസ് വിത്തിൻ ദി കൊളാറ്ററൽ ഫ്രീ ലെൻഡിങ് ലിമിറ്റ്. കൊളാറ്ററൽ ഫ്രീ ലെൻഡിങ് ലിമിറ്റിലുള്ള ലോണുകൾക്ക് പോലും ഇനി ബാങ്കുകൾക്ക് എന്ത് അക്സെപ്റ്റ് ചെയ്യാം, ഗോൾഡോ സിൽവറോ അക്സെപ്റ്റ് ചെയ്യാം. വോളണ്ടറി കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബാങ്കുകൾക്ക് പെർമിഷൻ കൊടുക്കുന്ന ജൂലൈ 11, 2025 പുറത്തു വന്നിട്ടുള്ള ഒരു സർക്കുലറാണ് ഈ ഒരു സർക്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു RBI സർക്കുലർ, the following institutions are permitted to accept voluntary gold or silver collateral under this clarification. അപ്പോൾ ഈ സർക്കുലർ പ്രകാരം ഈ കൊളാറ്ററൽ ഫ്രീ സെക്യൂരിറ്റി ആണെങ്കിൽ പോലും കൊളാറ്ററൽ ആയിട്ട് ഗോൾഡോ സിൽവറോ എന്ത് ചെയ്യാൻ സ്വീകരിക്കാൻ കഴിയുന്ന ബാങ്കുകൾ ആരൊക്കെയാണ്? ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? പബ്ലിക് സെക്ടർ ബാങ്ക് 12 എണ്ണം വരും, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് 21 എണ്ണം വരും, ഗ്രാമീൺ ബാങ്കുകൾ 28 എണ്ണം വരും, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കുകൾ 46 ബാങ്കുകളാണുള്ളത്, സ്മാൾ ബാങ്കുകൾ 12, പേയ്മെന്റ് ബാങ്കുകൾ 6. സ്മാൾ ഫിനാൻസ് ബാങ്കുകൾ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, 12 സ്മാൾ ഫിനാൻസ് ബാങ്കുകളാണുള്ളത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 28 സ്റ്റേറ്റുകൾ, 28 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇന്ത്യയിൽ ഏകദേശം മോർ ദാൻ 700 ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. റീജിയണൽ റൂറൽ ബാങ്ക്സ് നമ്മൾ നേരത്തെ തന്നെ നമ്പർ പറഞ്ഞിരുന്നു അല്ലെ, 28. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ആണെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ എണ്ണം 12th ആണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 21 ആണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത്. ഇവർക്കൊക്കെ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞുകൊണ്ട് കൊളാറ്ററൽ ഫ്രീ സെക്യൂരിറ്റീസിന്റെ പരിധിയിൽ വരുന്ന ലോണുകൾക്കുള്ളും കൊളാറ്ററൽ ആയിട്ട് ഗോൾഡോ സിൽവറോ എന്ത് ചെയ്യാം, അവർക്ക് റിസീവ് ചെയ്യാം എന്നുള്ള പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് സ്മാൾ ഫിനാൻസ് ബാങ്ക് ക്യാൻ അക്സെപ്റ്റ് വോളണ്ടറി ഗോൾഡ് ഓർ സിൽവർ കൊളാറ്ററൽ വിത്ത് കൊളാറ്ററൽ ഫ്രീ ത്രീസോൾഡ് ആൻഡ് ഓപ്പറേറ്റ് അണ്ടർ സ്റ്റാൻഡേർഡ് ഓഫ് കൊളാറ്ററൽ ഫ്രീ ഗൈഡ് ലൈൻ. ഇത് സ്വീകരിച്ചു കഴിഞ്ഞാലും എന്താണ്, കൊളാറ്ററൽ ഫ്രീ ഗൈഡ് ലൈൻസിന്റെ കീഴിലുള്ള ലോണുകൾ പോലും കൊളാറ്ററൽ എന്ത് ചെയ്യാം, അപ്രൂവ് ചെയ്യാം. കൊമേഴ്ഷ്യൽ ആൻഡ് സ്മാൾ ഫിനാൻസ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്കിനും ക്യാൻ അക്സെപ്റ്റ് വോളണ്ടറി ഗോൾഡ് സിൽവർ കൊളാറ്ററൽ but cannot offer completely collateral free lending under existing norms. അപ്പം കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം, വോളണ്ടറിലി ഗോൾഡും സിൽവറും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കൊളാറ്ററൽ ഫ്രീക്കകത്ത് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ കൊളാറ്ററൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാം. പക്ഷേ റീജിയണൽ റൂറൽ ബാങ്കുകൾക്കും കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഇനി പോസിബിളി പറഞ്ഞാൽ ഇനി അവിടെ എന്തുണ്ടായിരിക്കത്തില്ല, കൊളാറ്ററൽ ഫ്രീ അഗ്രികൾച്ചർ ലോണുകളോ കൊളാറ്ററൽ ഫ്രീ ഈ പറയുന്ന MSME ലോണുകളോ ഉണ്ടായിരിക്കത്തില്ല. അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഇത് സ്വീകരിക്കണം. കംപ്ലീറ്റ്ലി കൊളാറ്ററൽ ഫ്രീ ലെൻഡിങ് എക്സിസ്റ്റിംഗ് നോംസിൽ നിന്ന് ആരെ ഈ സർക്കുലറിൽ ഒഴിവാക്കി? റീജിയണൽ റൂറൽ ബാങ്ക്സിനെയും കോപ്പറേറ്റീവ് ബാങ്കുകളെ ഒഴിവാക്കി. അപ്പം റീജിയണൽ റൂറൽ ബാങ്കുകൾ, നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ നിന്ന് നമുക്കിനി കൊളാറ്ററൽ ഫ്രീ ലോൺസ്
അത് അഗ്രികൾച്ചറിസ്റ്റുകൾക്ക് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന നബാർഡ് വഴി വിതരണം ചെയ്യുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഇനി നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഈ സർക്കുലറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ സർക്കുലർ വളരെയധികം എന്താണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു സർക്കുലറാണ്. പക്ഷേ ആ പ്രതിഷേധങ്ങൾക്കൊന്നും കാരണമല്ല കൊളാറ്ററൽ ഫ്രീ സെക്യൂരിറ്റീസ് നമ്മൾ നിർത്തുകയല്ല എന്ന് പറയുന്നത്. ഇനി ഇത് വാട്ട് ഡസ് ഇറ്റ് മീൻ ഫോർ ബോറോവേഴ്സ്? ബോറോവേഴ്സിന് ഇതെങ്ങനെ ബാധിക്കും? ന്യൂ പോളിസി ഗീവ്സ് ആഗ്രി ആൻഡ് MSME ബോറോവേഴ്സ് ദ ഫ്ലെക്സിബിലിറ്റി ടു ലിവറേജ് പേഴ്സണൽ ഗോൾഡ് ഓർ സിൽവർ അസറ്റ് ടു സ്ട്രെങ്തൻ ദെയർ ലോൺ ആപ്ലിക്കേഷൻ. അതാണ് പറയുന്നത്. ഇപ്പോൾ ലോൺ ആപ്ലിക്കേഷൻ കൊളാറ്ററൽ ഫ്രീ സെക്യൂരിറ്റീസിൻ്റെ ലോൺ ആപ്ലിക്കേഷൻ ഒക്കെ നൽകുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യാനുള്ള താമസം വളരെ കൂടുതലാണ്. കാര്യം കൊളാറ്ററൽ ഫ്രീ ആയിട്ടാണ് ലോൺ കൊടുക്കുന്നത്. ഇപ്പോൾ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നറിയാനായിട്ട് ഈ പാവം പിടിച്ച കർഷകരും SME അല്ലെങ്കിൽ സ്മാൾ സ്കെയിൽ ബിസിനസ് ഗ്രൂപ്പുകളും ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. പക്ഷേ അവർ ഗോൾഡോ സിൽവറോ അസറ്റുകൾ അവിടെ പ്ലെഡ്ജ് ചെയ്യുമ്പം അവരുടെ ലോൺ ആപ്ലിക്കേഷൻ പെട്ടെന്ന് പ്രോസസ്സ് ആവത്തില്ലേ? അതാണ് ഈ ഒരു പോളിസി കൊണ്ട് ബോറോവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിത്തൗട്ട് ഇറ്റ് ബീങ് ഡീംഡ് ആസ് എ റെഗുലേറ്ററി ബ്രീച്ച്. ഓക്കെ, അതൊരു റെഗുലേറ്ററി ബ്രീച്ചിലേക്കൊന്നും പോകാതെ ലോൺ തിരിച്ചടയ്ക്കാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അത് കണക്കാക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്നു. അപ്പോൾ ലോൺ, അതായത് കൊളാറ്ററൽ ഫ്രീ ലോൺ ആപ്ലിക്കേഷൻസ് ഇതുവരെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു താമസം ഒഴിവാക്കാനും ഇവരുടെ ലെൻഡിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുമാണ്. ഇപ്പം നമുക്കറിയാം ലോണൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെഡ്ജ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ഗോൾഡ് ആയിക്കോട്ടെ സിൽവർ ആയിക്കോട്ടെ, ഇപ്പോൾ സിൽവർ സ്വീകരിക്കാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂയുടെ 75% വരെ നമുക്ക് എന്ത് കിട്ടാം? ലോൺ കിട്ടും. അതായത് 100 രൂപയുടെ ഒരു സാധനം കൊണ്ടുവച്ചാൽ 70-75 രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. അപ്പം അത് ലോൺ ആപ്ലിക്കേഷൻ സ്ട്രോങ് ആക്കാൻ സഹായിക്കും. അപ്പം വേറൊരു വശം എന്താ, കൊളാറ്ററൽ ഫ്രീ ലോൺ കംപ്ലീറ്റഡ് ആയിട്ട് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ അത് നിർത്തുന്നില്ല. പക്ഷേ റീജിയണൽ റൂറൽ ബാങ്കുകളിലും കോപ്പറേറ്റീവ് ബാങ്കുകളിലും ഈ പറഞ്ഞ കൊളാറ്ററൽ ഫ്രീ ലോണുകൾ എന്ത് ചെയ്യുകയാണ്? സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സർക്കുലറുകൾ വരുന്നത്. ചില സർക്കുലറുകൾ ഒരുപാട് വലുതായിരിക്കും, ചില സർക്കുലറുകളിൽ ഇത്രയും കൂടുതൽ കണ്ടന്റേ വരുത്തുള്ളൂ. ഒരു സർക്കുലർ അല്ല, കുറച്ചധികം സർക്കുലറുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പഠിച്ചുകൊണ്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലുള്ള സർക്കുലറുകളും പരീക്ഷയ്ക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ടൊക്കെ മാർക്ക് വാങ്ങുന്നതും ഒക്കെ എങ്ങനെ എൻട്രി മുഖാന്തരമായാലോ. അപ്പോൾ എൻട്രിയുടെ ഏറ്റവും പുതിയ ബാങ്ക് SSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. ലേൺ ഫാസ്റ്റർ, എക്സ്ട്രാ പ്രാക്ടീസസ് വിത്ത് ഡൗട്ട് ക്ലിയറൻസ്, ഡ്യുവൽ മെൻറ്റർഷിപ്പ്. അപ്പം നമ്മുടെ ടൈം നമുക്കുള്ളതും നമുക്ക് ഒട്ടുമില്ലാത്തതും സമയമാണ്. നമുക്കുള്ളതും സമയമാണ്, പക്ഷെ നമുക്ക് ഒട്ടുമില്ലാത്തതും എന്താണ്? സമയമാണ്, അല്ലേ? പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം എന്ത് ചെയ്യുക? വൈസ്ലി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക? എൻട്രിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുക. എങ്ങനെയാണ്? നല്ല വേഗതയിൽ പഠിക്കുവാൻ, എക്സ്ട്രാ പ്രാക്ടീസസ് വിത്ത് ഡൗട്ട് ക്ലിയറൻസ്, ഡ്യുവൽ മെൻറ്റർഷിപ്പ് വഴി. മനസ്സിലായല്ലോ? അപ്പോൾ എക്സ്പെർട്ട് ഫാക്കൽറ്റീസിൻ്റെ ലൈവ് ക്ലാസ്സസിലൂടെയും ഡെയിലി സ്റ്റഡി പ്ലാനിലൂടെയും കോർ ടോപ്പിക് ഡിസ്കഷനിലൂടെ. ഇപ്പം എന്താണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു കോർ ടോപ്പിക്കാണ്, അല്ലേ? നമ്മളുടെ RBIയുടെ സർക്കുലറിനെ സംബന്ധിച്ച് കംപ്ലീറ്റ് സിലബസ് കവറേജസിനെ സംബന്ധിച്ചുള്ള സ്പെഷ്യൽ ബാച്ചസിനോടൊപ്പം ബാങ്ക് SSC പരീക്ഷകൾക്ക് തയ്യാറെടുത്ത് വിജയം ഉറപ്പിക്കാനായിട്ട് എൻട്രിയുടെ ബാങ്ക് പ്ലസ് SSC ബാച്ചിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ബാച്ചസിനെ സംബന്ധിച്ചും എൻട്രിയുടെ മറ്റു കോഴ്സസിനെ സംബന്ധിച്ചും ബാങ്ക് എക്സാമിനേഷനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് പ്ലീസ് keep touch with us with this number 7736122215. ഓക്കെ, ഓർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക വഴിയും നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ ഇഫക്റ്റീവായിട്ട് പഠിക്കുക, വൈസായിട്ട് ചിന്തിക്കുക, അതേപോലെ തന്നെ മികച്ച രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല ഒരു ജോലിയിലേക്ക് എത്തുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ വിശ്വനാഥ് സൈനിങ് ഓഫ് ഫ്രം എൻട്രി ആപ്പ്. താങ്ക് യു.